നല്ല കൂട്ട്. അങ്ങനെ പറ ഇങ്ങനെ പറയാന്നൊക്കെ പഠിപ്പിച്ചു വിട്ടിട്ട് ഇപ്പൊ പഠിപ്പിച്ച പോലല്ലോ നീ പറഞ്ഞേ. അതിപ്പോ മനുഷ്യനല്ലേ, ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി മാറിപ്പോവും. ആ ഒരു വാക്കിന് ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നാട്ടുകാർക്കൊക്കെ ഇപ്പൊ ഭയങ്കര ഉന്നം, ഒറ്റ ഏർ പോലും പാഴായി പോയിട്ടില്ല. എന്നാ പിന്നെ ആദ്യം നീ ആ സ്ത്രീയോട് അങ്ങ് പറയായിരുന്നില്ലേ, കാണാ സുന്ദരിയാണെന്നും നല്ല കണ്ണുകളാണെന്നും ഒക്കെയുള്ള അഭിപ്രായം ലീലാവ് ചേച്ചിയുടെ ആണെന്ന്. അത് ഞാൻ സസ്പെൻസ് ഇട്ടതാ. സസ്പെൻസോ? സസ്പെൻസ്. ഈ കാര്യങ്ങൾ അവസാനം പറയാനായിട്ട് സസ്പെൻസ് കൊടുക്കേ, അങ്ങനെ ഒരു സസ്പെൻസ് ഇട്ടതാ. ഇതെല്ലാം പറഞ്ഞത് ലീലാവതി ചേച്ചിയാണെന്ന് അവസാനം ഒറ്റ പടച്ചിലേക്ക് പറയാന്ന് വിചാരിച്ചു. പക്ഷെ അതിനുള്ള അവസരം അവർ തന്നില്ല. എടാ കുക്കുരു, നീ തന്ത്രപരമായിട്ട് ഈശ്വര, മറുഭാഷയാണല്ലേ ഈ പറയുന്നേ. എന്റെ വാടാ, എനിക്ക് പ്രതികാരം ചെയ്യണം. അത്യാഗ്രഹം കാണിക്കാതെ എന്റെ കുക്കുരു, കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്. നീ സമാധാനപ്പെട്. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ അവസാനിച്ചാൽ കിട്ടിയതിനെല്ലാം കൂടെ ചേർത്ത് ഒരു സമ്മാനം നിനക്ക് വാങ്ങിച്ചു തരുന്നുണ്ട്. അതിന് ഇങ്ങനത്തെ സമ്മാനമൊന്നും ആയിരിക്കില്ലല്ലോ. കാറിന്റെ പ്രശ്നം വന്നത് മുതല് അളിയൻ അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ അല്ലേ? കഷ്ടം തന്നെ. അല്ലേ എന്താണ്ട് ഇവിടെ വിട്ടാ മതി, ഞാൻ മോളെ വിളിച്ചിട്ട് നേരെ അങ്ങ് വീട്ടിൽ വന്നോളാം. ദാണ്ട അവിടെ വിട്ടാ എന്താ കിടന്ന് ചെത്തുന്നത്? കയറി പോടാ. യവനിന്ന് വല്ലതും മാറ്റിച്ചോട്ടെ പോകും. അടവ് അഭ്യാസമൊക്കെ വീട്ടിൽ പോയി വിളിക്കട്ടെ, സ്റ്റേഷനെ വിളിച്ച് പറയട്ടെ. ഒരു കേസിന്റെ കൂടെ ഒന്നുകൂടെ. എന്താ നിങ്ങൾ പറയുന്നത്? ആരാ നിങ്ങൾ? എന്റെ അനിയനെ നിങ്ങൾ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. ഞാനാ കേസ് കൊടുത്തത്. ജോലിയുള്ള ആളല്ലേ, ക്രിമിനൽ കേസാകുമ്പോൾ ജോലി തെറിക്കുമെന്ന് അറിയാലോ. അതെ, ഒരു ബിസിനസ് സംസാരിക്കാനാ ഞാൻ വന്നത്. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. സംശയിക്കൊന്നും വേണ്ട, ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുന്നത്. ഒത്തുതീർപ്പില്ലെങ്കിൽ കേസ് തന്നെ. അളിയ ഞാൻ പറയണത് തൽക്കാലം അളിയനൊന്നും പറയാതിരിക്കോ? അയ്യോ ചേട്ടാ, സുഗുണേട്ടനെ രക്ഷപ്പെടാനുള്ള ഒരു വഴി കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞത് അളിയന് ഇഷ്ടപ്പെട്ടില്ല. അല്ല പറഞ്ഞത് ഞാനിങ്ങനെ തിരിച്ചെടുത്തളിയ. നമ്മൾ വാ തുറന്നാ കുറ്റം. എനിക്കാണെങ്കിൽ കണ്ണി കാണുന്നത് പറയാതിരിക്കാനും പറ്റൂല. ഈശ്വര, ഏതവനാണോ നമ്മുടെ കാറ് പോലൊരു കാറ് അവന്റെ ദേഹത്ത് കൊണ്ടുപോയി മുട്ടിച്ചത്? അയ്യോ, അവന്റെ തലയിൽ. അയ്യോ നാത്തൂനെ, ശപിക്കരുത്. അയാളെ കിട്ടുമ്പോ നമുക്ക് വേണമെങ്കിൽ തല്ലു കൊടുക്കാം, തെറി പറയാം. പക്ഷെ ശപിക്കരുത് നാത്തൂനെ. അതെ ഏട്ടത്തി, ഹൃദയം പൊട്ടിയുള്ള ശാപം ചിലപ്പോ ബലിക്കും. ആ SI കൊണ്ടൊരു അന്വേഷണം നടത്തിക്കണം. നമസ്കാരം. അന്ന് വന്ന കോളിംഗ് ബെൽ അടിച്ചാൽ പോയാ? അയ്യോ, ഭയങ്കര ഓർമ്മശക്തിയാ കൊച്ചു കള്ളിക്ക്. ബെല്ലടിച്ചത് ഞാനല്ല കേട്ടോ, ഇവിടെ. ഞാൻ സാവിത്രി. വന്നാട്ടെ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഇങ്ങോട്ട് വന്നാട്ടെ. അന്ന് പേടിച്ചിട്ടേ ഒന്നും പറയാൻ പറ്റിയില്ലെന്നേ. ഇപ്പൊ പേടിയൊന്നും ഇല്ല കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വന്നാട്ടെ.
വണ്ടി നിർത്തി. എന്താ സാർ? നമുക്ക് ഇതുവഴി അങ്ങ് പോവാം. എന്താ സാർ വഴി തിരിഞ്ഞ്? ആ വഴിയിൽ ആ പെണ്ണുമ്പിള്ള അവിടെ നിൽക്കുന്നുണ്ടാവും, ലീലാവതി, ശുപാർശയ്ക്ക്. അതുകൊണ്ട് നമുക്ക് ഈ വഴി അങ്ങ് പോവാം. ശരി സാർ. ആ, റൈറ്റ് തിരിഞ്ഞു പോട്ടെ. ആ. വരൂ വരൂ. ധാന്യ വരണം. വാ. ഇതാണ് വീട്. കിടപ്പ് കണ്ടോ? ഇതാണ് ആ കാറ്. പാപം മനസ്സാവാച ഒരു ദ്രോഹം ചെയ്യാത്ത ഈ പാവപ്പെട്ടക്കാരനെ കുറിച്ചാണ്. ചേച്ചി അവിടെ സാവിത്രി ചേച്ചി അക്ഷമമായി കാത്തിരിക്കുകയാണ്. വരൂ നമുക്ക് ചേച്ചിയുടെ വീട്ടിലോട്ടിരിക്കാം. അല്ല, നമ്മൾ പരിചയപ്പെട്ടിട്ട് 2 ദിവസമല്ലേ ഉള്ളൂ. അതിനിടയിൽ ഇങ്ങനെ ഒരു സ്നേഹമുള്ളവർക്ക് 2 ദിവസം വേണ്ട, 2 മണിക്കൂർ മതി. 2 മണിക്കൂർ. 2 മണിക്കൂർ വേണ്ട, 2 മിനിറ്റ് മതി. അല്ലെങ്കിൽ വേണ്ട 2 സെക്കൻഡ് മതി. അങ്ങോട്ടിരിക്കാം. വരണം. നടക്കൂ. സത്യം പറഞ്ഞ മാഡത്തിന് വേണ്ടി ഇന്നലെ മുതലേ ഞങ്ങൾ ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുക. ഇരുന്നാട്ടെ. ദാ മധുരപലഹാരങ്ങളും കളർ വെള്ളവും കഴിച്ചേട്ടാ. വാസ്തവത്തിൽ 1 മാസം മുമ്പേ ഒരുക്കം തുടങ്ങി. ഇതൊക്കെ 1 മാസം മുമ്പേ വാങ്ങിയതാ. അല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അയ്യോ, കൈക്കൂലിയായിട്ടൊന്നുമല്ല, ഒരു സ്നേഹം. സ്നേഹം വന്നാ പിന്നെ ചേച്ചിമാർക്ക് കണ്ണു കാണത്തില്ല. പിന്നെ സൽക്കാരത്തോട് സൽക്കാരം തന്നെ. സത്യം പറയാം മീനു, മീനുവിനെ ആദ്യമായിട്ട് കണ്ടതും എന്റെ മനസ്സിൽ കൂടി ഒരു കൊള്ളിയാൻ. ആ നേരാ, ഞാനത് കണ്ടു. ട്രച്ചോന്നൊരു കൊള്ളിയാമ്മീച്ചി. എനിക്ക് 2 അനിയത്തിമാരാ ഉള്ളത്. മീനുവിനെ കണ്ടപ്പോ എന്റെ 3ാമതൊരു അനിയത്തി ദാ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലൊരു തോന്നലങ്ങ് തോന്നി. സത്യം. ദാ പല്ല് ചലിച്ചു. അതെ അതെ. അതെന്താ അങ്ങനെ തോന്നാൻ? എസ്ഐയുടെ ഭാര്യ ആയതുകൊണ്ട്. അനിയത്തി ഇതൊക്കെ കഴിക്കും. അയ്യോ, എനിക്കിന്ന് വ്രതമുള്ള ദിവസാ. പകലൊന്നും കഴിക്കാൻ പാടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം കൂടെ പൊതിഞ്ഞെടുക്കാം, വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാം. വേണ്ട. വ്രതമാണെങ്കിലും മനസ്സിൽ ഭക്തി ഉണ്ടായിരുന്നാ മതി. കഴിക്കുന്നത് ദേഹത്ത് പിടിക്കത്തില്ല. സത്യം പറഞ്ഞ കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോ ആകെ ഒരു തേജസ്, ഒരു വെളിച്ചം. മാഡം വീട്ടിലുണ്ടായിരുന്ന വീട്ടിൽ രാത്രി പ്രത്യേകിച്ച് ലൈറ്റ് ഉണ്ടോ? അല്ലേ? എസ് ഐ ആയ ഹസ്ബൻഡിലെ അനിയത്തിക്ക് നല്ല സ്വാധീനവാ അല്ലേ? അതെന്താ അങ്ങനെ തോന്നാൻ? അത് ലീലാവതിയുടെ ഭർത്താവിന്റെ ജീവൻ കുട്ടിയുടെ ഭർത്താവിന്റെ കയ്യിലായിരിക്കുന്നേ. എനിക്കൊന്നും മനസ്സിലായില്ല. മീനു, മീനു. വരുന്നു. അതെ, ആ ലീലാവതിയുടെ ഭർത്താവ് നരേന്ദ്രൻ. ഏത് ലീലാവതി? ഏത് നരേന്ദ്രൻ? കാർ ആരെയോ ഇടിച്ചതിന് കേസായി. ഓ, ആ നരേന്ദ്രൻ. ആ നരേന്ദ്രൻ എന്താ പ്രശ്നം? അത് ആ കേസ് കാര്യങ്ങളൊക്കെ പോലീസ് നോക്കിക്കൊള്ളും. നീ നിന്റെ ജോലി മാത്രം ചെയ്താൽ മതി. ചൂടാവാതെ. നീ പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ പെണ്ണുമ്പിള്ള അവർക്ക് നാക്കിച്ചിരി കൂടുതലാ. സ്റ്റേഷനിൽ വന്ന് അവരെന്നെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പോട്ടെ ചേട്ടാ, പാവ സ്ത്രീയാ. അവർക്ക് എന്നെ വലിയ കാര്യം. മീനു, ഓരോരുത്തരുടെ കണ്ണീരും ചിരിയും കണ്ട് നീ എന്റെ അടുത്ത് ശുപാർശയ്ക്ക് വരരുതേ. അപ്പൊ എനിക്ക് ഒരു അവകാശം ഇല്ലല്ലേ? എനിക്കറിയാം. ഷോ, നിന്ന് മോങ്ങാതെ. വരട്ടെ, ഞാനൊന്ന് ആലോചിക്കാം. നോക്കിച്ചാരുന്നേ, നമുക്ക് പിന്നീട് ഇത് പ്രസിദ്ധീകരിക്കണം കേട്ടാ. അങ്ങനെയൊന്നും പറയരുത് സുഗുണേട്ടാ. സുഗുണേട്ടൻ ധൈര്യമായിട്ടിരിക്കേ, ആരും ഒന്നും സംശയിക്കില്ല. അടുത്ത മരണം വരണം. ആരാ? എവന്റെ അനിയനാണ് ഞാൻ. അല്ല, അളിയൻ കാർ കൊണ്ട്. ഞാൻ പറഞ്ഞെന്തായി ആലോചിച്ചോ? അയ്യോ, അളിയനൊരു പാവമാണ് സാർ, പ്രശ്നം ഉണ്ടാക്കിയത്. അളിയനോട് പറഞ്ഞ്
താൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിലേ ദേ ഞാൻ ആള് പശക. ആ അല്ല അളിയനൊരു കയ്യബദ്ധം. സംശയങ്ങൾ വഴിതിരിച്ചു വിടേണ്ടിയിരിക്കുന്നു. വാ 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 വാ. എനിക്ക് ഭയങ്കരമായിട്ട് സംശയം വന്ന് കയറുകയാണ്. എന്താ? അല്ല, സംശയമാണ്. സംശയം സത്യമായിക്കൊള്ളണമെന്നില്ലല്ലോ. സംശയവും സത്യമായിട്ട് വിദൂര ബന്ധം പോലും ഇല്ല. കാര്യം പറയണോ കിടന്ന് കണവണാന്ന് പറയാതെ. അല്ല, നമ്മുടെ കാറിന്റെ ആക്സിഡന്റ്, അളിയൻ കുടുക്കലായിരിക്കുന്ന ആ കാറിന്റെ ആക്സിഡന്റ്, അതിന്റെ പുറകെ ആരായിരിക്കും എന്നുള്ളത്, അതിനെക്കുറിച്ച് ആരായിരിക്കും? അപ്പുറത്തെ ആ സതി. ഞാൻ തിരിച്ചും മറിച്ചു ആലോചിച്ചു, ആരായിരിക്കും അത്? അവസാനം എന്റെ മനസ്സെന്നോട് ഉത്തരം പറഞ്ഞു, ചത്തതാരാണ്? തെക്കേലെ സുഭദ്രയുടെ ചേച്ചി. അവൻ. കഷ്ടം, ചെറു പ്രായമായിരുന്നു. അയ്യ, അതല്ല. ചത്തത് ഈ രണ്ടാമത്തെ വരി എനിക്കറിയാം. കൊന്നത് ഭീമൻ തന്നെ. അപ്പൊ ഈ കീചകൻ. ആ, അത്. അയ്യോ, അത് കീചകൻ രാമൻകുട്ടി. അയാളത് ചെയ്യും. അതെ, ഇതൊരു പഴഞ്ചൊല്ല് പറഞ്ഞത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. തട്ടിയത് ലീലാവതിയുടെ കാറെങ്കിൽ തട്ടിപ്പിച്ചത് സതിയുടെ ബുദ്ധി തന്നെ. ഞാനും തട്ടിക്കും, അവളുടെ കാര്യം ഞാനും തട്ടിക്കും. നിങ്ങൾ കയറി തടയാതിരിക്കും. മത്സരത്തിന്റെ ബുദ്ധി തണുപ്പിക്കാൻ പാടില്ല, ആവേശം കുറയ്ക്കരുത്. കുഞ്ഞെ, ഞാൻ പറയട്ടെ, ഇതിന്റെയൊക്കെ ആദ്യം നമുക്ക് തെളിവ് കിട്ടണം. ചിലപ്പോ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഏതെങ്കിലും ഒരു തെമ്മാടിയായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയണ ചേട്ടത്തി നീ എസ് മൂളിയാണ്ടല്ലോ, ആ കാർ ഞാൻ എടുത്തോണ്ട് പോയി തട്ടിക്കാം. അതിന് നിനക്ക് ഡ്രൈവിംഗ് അറിയാമോ? അല്ല, ഈ പ്രതികാരത്തിന്റെ കാര്യമാകുമ്പോ എന്തും തനിയങ്ങ് വരുമല്ലോ. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നാണല്ലോ. വരട്ടെ, ലളിത ചേച്ചി പറഞ്ഞു പോലെ ആദ്യം തെളിവ് കിട്ടട്ടെ. ആ, ഇതാണോ കൃഷി ഓഫീസ്? എന്തേ, നീ ഊമയാന്നോ? അതോ നിന്റെ നാഗങ്ങൾ താണു പോയോ? ഓ, അവൻ വലിയ വാദിവൃത്തിയക്കാരൻ. അന്യപുരുഷന്മാരോട് വർത്താനം പറഞ്ഞാൽ വായിലെ മുത്തങ്ങ് കൊഴിഞ്ഞു പോകും. പോടാ അവിടുന്ന്. അല്ലേ, വാ പറഞ്ഞാൽ എന്താ വായിലെ മുത്ത് താഴെ വീഴുവോ? അവന്റെ ചെവിക്കല്ല് നോക്കി പടയ്ക്കണം. മക്കളുടെ പേരെന്തുവാടേ? എന്താ താഴെ ഒരുത്തന്റെ അടുത്ത് ഈ ആഫീസ് ഏതാണെന്ന് ചോദിച്ചു പോയി. അവനത് പിടിച്ചില്ല. കുട്ടിത്തേവാങ്ക് നോക്കുന്നത് പോലെ മിഴിമിഴാന്ന് കണ്ണും തുറന്നൊരു നോട്ടം. മക്കൾ ഇവിടുത്തെ ഉറക്കക്കാരനാണോ? ഉറക്കക്കാരൻ? ആ, സർക്കാർ ഓഫീസിൽ കൂടുതൽ പേര് ഉറക്കമാണെന്നാണല്ലോ കേൾക്കുന്നത്. ആരാ നിങ്ങള്? ഈ നരേന്ദ്രൻ എവിടെ? എനിക്ക് അവനെ ഒന്ന് കാണണം. ഈ എടേപൊടേന്നുള്ള വിളിയൊന്നും വേണ്ട, മര്യാദക്ക് സംസാരിക്കണം. എന്തോ മക്കളെ, നിന്നെക്കാളും 10-20 ഓണം കൂടുതലുണ്ടവനാ ഈ പ്രേംശങ്കർ. പ്രായമായ ഒരു ഇളയവരെ സാറേന്ന് വിളിച്ചാലുണ്ടല്ലോ പറഞ്ഞു വിലക്കണം. അന്തസ്സുള്ളവർ അതാണ് ചെയ്യുന്നത്, അറിയാവോ? ഇതിപ്പോ സാറേന്ന് വിളിപ്പിക്കാനല്ലയോ ശ്രമിക്കുന്നത്? എന്താ സാർ? വിസിറ്റേഴ്സിനെ 3 മണിക്ക് ശേഷം മതി കടത്തി വിടുന്നു. അത് മര്യാദ ഉള്ളവര് മാത്രം. അയ്യാ, ഒരു മര്യാദ രാമം. പിന്നെ കൊച്ചു കുഞ്ഞ പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ. പാവങ്ങളെ 100 വട്ടം കയറ്റി ഇറക്കിയിട്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരാള് ഒരു പ്രായമായ മനുഷ്യ ഇടയെന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അയ്യാ, കാര്യം എന്താ? ആരാടോ ഇയാള്? അയ്യോ, എന്റെ അയൽവാസിയാ. അല്ല, അമ്മാവനാ. അമ്മാവൻ വരൂ. അയ്യോ, നോട്ടം കണ്ടില്ലയോ? ഉറക്കം തൂങ്ങി. ഓരോരുത്തരും മെനക്കെടുത്താൻ. എടുക്ക്. നരേന്ദ്ര, മക്കളെ, നമ്മൾ അയൽവാസികളാണ്. പറഞ്ഞു വരുമ്പോ ശത്രുക്കളുമാണ്. എനിക്ക് ആരോടും ശത്രുതയൊന്നുമില്ല. അയ്യോ മക്കളെ, അങ്ങനെ പറയരുത്. ശത്രുതയെ തണുപ്പിക്കരുത്. കട്ടയ്ക്ക് നിൽക്കണം. ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് വേണം. ടെമ്പോ നിലനിർത്തണം. ഇണങ്ങി നിൽക്കാൻ ആർക്കും പറ്റൂ, പക്ഷെ പിണക്കം അതൊരു കലയാണ്. സതി 10 പറഞ്ഞാൽ നിങ്ങൾ 100 പറയണം. അമ്മാവൻ വന്ന കാര്യം പറയണം. അതിനിടയ്ക്ക് ദേഷ്യം വന്നല്ലോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ക്ഷമയില്ല. എടിപിടിയുന്ന കാര്യങ്ങൾ അങ്ങ് നടക്കണം. അമ്മാവ, എനിക്ക് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. എന്ന് വെച്ചാ എനിക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാന്ന്. നോക്ക്, വ്യംഗ്യത്തിൽ പറഞ്ഞാൽ ഈ പ്രേംശങ്കൻ അത് മനസ്സിലാവും കേട്ടോ. അതൊക്കെ പോട്ടെ. ഐശ്വര്യമായിട്ട് ഞാൻ വന്ന ദിവസം തന്നെ ഇടങ്ങേറ് പറയുന്നില്ല. സംഗതി എന്താന്ന് വെച്ചാ, നീ ഒരു ഭയങ്കര പ്രശ്നത്തിലാന്ന് കേട്ടല്ലോ. പ്രശ്നത്തില്ല? കാർ ആരെയോ കൊണ്ട് മുട്ടിച്ചെന്നോ? അതെ, അതിന് അമ്മാവൻ എന്ത് വേണം? ഓ, ഒരു ഇഞ്ചി കുന്നൻ. മൂക്ക് അവിടെ നോക്കട്ടെ. മൂക്കിന്റെ അറ്റത്ത് ഇഞ്ചി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ? അമ്മാവതെ, മനുഷ്യനെ കളിയാക്കരുത്. അമ്മാവൻ കാര്യം പറ. നിന്റെ പുറകെ ഭീഷണിയുമായിട്ട് ഒരുത്ത് നടക്കുന്നെന്ന് ഞാൻ അറിഞ്ഞു. ആ കാർ ഇടിച്ചവന്റെ ചേട്ടൻ. അതിന് അമ്മാവൻ എന്ത് വേണം? ഓ, പിന്നെ എന്താ വന്നല്ലോ ഇഞ്ചി. എടേ നരേന്ദ്ര, നിനക്കൊരു ഹെൽപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹെൽപ്പോ എന്ന് വെച്ചാ? ഹെൽപ്പ് എന്ന് വെച്ചാൽ അറിയത്തില്ലേ? അർത്ഥം അറിയത്തില്ലേ? സഹായം. ആ പയ്യൻ എന്റെ ഒരാളാ. എന്ന് വെച്ചാ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കാം. പക്ഷെ കുറച്ച് ചെലവുണ്ട്. മനസ്സിലായില്ല. ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കട്ടോ? യെസ് ഓർ നോ? നീ പറ. ഒന്ന് സമാധാനപ്പെടുത്താൻ പറ്റിയ സന്തോഷമുണ്ട്. അപ്പൊ സമാധാനപ്പെടുത്തട്ടോ?
ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രശ്നം അവസാനിച്ച അതൊരു സന്തോഷമല്ലേ? ഏറ്റു കാര്യങ്ങൾ ഈ അമ്മാവനെ ഏറ്റു. ഇനി കംപ്ലീറ്റ് എനിക്ക് വിട്ടു തന്നേരേ. പട്ടി വേണോ? പട്ടി ഇങ്ങോട്ട് വാ. എനിക്ക് ആകെ അങ്ങ് പേടിയാവും. വലിയ ധൈര്യശാലിയാണെന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങോട്ട് വരാൻ? ഞാൻ പോയി ബെല്ലടിക്കട്ടെ. അടിക്ക്. ഞാൻ പോയി ബെല്ലടിക്കും. ഞാൻ പോയിട്ട് എന്നാ കാണിച്ചു തരാം. അയ്യോ